माँ तुलजा भवानी की जय जय भवानी जय शिवाजी ഇപ്പോൾ എത്തിയിരിക്കുന്നത് തുൾജാപൂർ ഭവാനിയുടെ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ശിവാജി മഹാരാജിന് ദേവി വാള് കൊടുത്തത്. ഛത്രപതി ശിവാജി മഹാരാജിന് 14 വയസ്സേ ഉണ്ടായിരുന്നു. അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടി, ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി, വൈഷ്ണവരെ സംരക്ഷിക്കാൻ വേണ്ടി 14 വയസ്സുള്ള ശിവാജി മഹാരാജ് തീരുമാനമെടുത്തു. ഞാൻ സ്വരാജ്യം ഉണ്ടാക്കാൻ, ഭക്തർക്ക് വേണ്ടി, ഭക്തരെ സംരക്ഷിക്കുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ അദ്ദേഹം പോരാട്ടം ആരംഭിച്ചു. അത് ഇവിടെ വെച്ച് ആരംഭിച്ചു. ഇവിടെ ഭാഗ്യമാണ്. ഭവാനി ദേവി, ദുർഗാദേവി, പാർവതി ദേവി, ദേവി ഇവിടെ സ്വയംഭോട്ടിരിക്കുന്നു. ശക്തിപീഠത്തിൽ ഒരു പീഠമാണ് ഇത്. അപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജ് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് വാള് കൊടുത്ത സ്ഥലം വരാൻ കഴിഞ്ഞത് വലിയൊരു സൗഭാഗ്യം. अंश पर खंडजनी कंस पर धूमलिच्छ वंश पर शेर शिवराज है. जय भवानी जय भवानी जय शिवाजी जय शिवाजी जय भवानी जय भवानी जय शिवाजी जय शिवाजी. ജഗദംബികയ്ക്ക് വേണ്ടി ചുഭാരം കൊണ്ടുപോകും. मंत्रणा युक्तीची यंत्रणा दुष्ट दुर्जना प्रलयंकरा रक्षितो शत्रूनि खंडतो भावंड भावना संस्थापितो ऐसा युगे युगे स्मरणीय सर्वदा माता पिता सखा शिवभूपतो. दंड पर चीता मृगझुंड पर भूषण वेतुंड पर जैसे मृगराज है. വലിയൊരു കോട്ട പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ്. ശിവാജി മഹാരാജ് സ്വയം നിർമ്മിച്ചതാണ് ചെയ്യുന്നത്. ഒരു പണ്ടത്തെ കോട്ട നമുക്ക് കാണാൻ പറ്റും. ഓരോന്നും കല്ല് വെച്ചുണ്ടാക്കി മനോഹരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ദേവിയെക്കുറിച്ച് എന്ത് പറയാനാണ്? ജഗദംബിക വളരെയധികം പ്രസന്നവതിയായിട്ട് ദർശനം നൽകിയാണ്. തുൾജാ ഭവാനിക്ക് जय.